അസ്സലാമലൈക്കും. വെൽക്കം ടു കീസ് ഹാൻഡ് മെയ്ഡ്. ഇന്ന് ഞങ്ങൾ സോളിഡ് ഹാർട്ട് സ്ക്വയർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇത് ഗ്രാഫ് ഫോളോ ചെയ്ത് ചെയ്യുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ബ്ലാങ്കറ്റ്, പില്ലോ കേസ്, കുഷൻ കവർ എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ഇപ്പോൾ ചെയ്തതിൽ ഇതിങ്ങനെ കട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ടഫ് പോലെ എനിക്ക് തോന്നി. അപ്പോൾ എങ്ങനെ ഇതിലിപ്പോൾ ഹൈഡ് ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല. 2-3 മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത് ഈസിയാണ് ഫോളോ ചെയ്യാൻ. അപ്പോൾ ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ കുറച്ച് ഹൈഡ് ചെയ്യാനും കട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് എങ്ങനെ ഹാർട്ട് ചെയ്യാമെന്ന് നമ്മൾ നോക്കാം. ഓക്കെ, ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കളറിലാണ്. ഒന്ന് ഡാർക്ക്, ഒന്ന് ലൈറ്റ്. നിങ്ങൾ ഡാർക്ക് ആൻഡ് ലൈറ്റ് ചെയ്താൽ പോപ്പപ്പ് ചെയ്യും. ഇതിന് ഹാർട്ട് നന്നായിട്ട് എടുത്ത് കാണും. അപ്പോൾ 4 പ്ലേ ചെയ്യാൻ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് 5mm ഹൂക്കാണ്. അപ്പോൾ ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇടാം, വിച്ച് എവർ മെത്തേഡ് യു നോ. പിന്നെ ചെയിൻ 5. ഫസ്റ്റ് ഞങ്ങൾ ചെയിൻ 5, 1 2 3 4 5. സ്ലിപ്പ് സ്റ്റിച്ച് ഇൻറ്റു ഫസ്റ്റ് സ്റ്റിച്ച്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റിങ് കിട്ടും. ഫസ്റ്റ് റൗണ്ടിൽ ഈ റിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റൗണ്ട് 1 ചെയിൻ 3, 1 2 3. പിന്നെ ഇതിൽ 2 ഡബിൾ ക്രോഷ്യ, 1 2 ചെയിൻ 3, 1 2 3. പിന്നെ 3 ഡബിൾ ക്രോഷ്യ, 1 2 3. പിന്നെയും ചെയിൻ 3, 1 2 3. 3 ഡബിൾ ക്രോഷ്യ, chain 3, 3 ഡബിൾ ക്രോഷ്യ. ടോട്ടൽ 4 സെറ്റാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ചെയിൻ 3 ഡബിൾ ക്രോഷ്യാൻ്റെ 4 സെറ്റും ചെയിൻ 3ൻ്റെ സ്പേസ് 4 സ്പേസ്. ഇപ്പോൾ ഞാൻ ലാസ്റ്റിൽ ചെയിൻ 3 ഇടുന്നില്ല, ചെയിൻ 1 ഇട്ടു. പിന്നെ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നില്ല. ചെയിൻ 1 ഇട്ടിട്ട് നോർമലി ഞങ്ങൾ ചെയിൻ 3 ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടും. അതല്ല ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഈ മിഡിലാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻറ്റു ഫസ്റ്റ് സ്റ്റിച്ച് തേർഡ് ചെയിൻ. ഇതിൻ്റെ തേർഡ് ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ. ഹൂക്കിൽ 3 ഉണ്ട്. ഇങ്ങനെ ഹാഫ് ഡബിൾ ക്രോഷ്യ ഇടാം. അപ്പോൾ ഞാൻ ഈ കോർണർ സ്പേസിൻ്റെ കോർണർക്കാണ് വന്നത്. ഇപ്പോൾ ഇനി റൗണ്ട് 2 ആണ്. റൗണ്ട് 2ൽ ചെയിൻ 3, 1 2 3. ഇപ്പോൾ ഇത് സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇതേ സ്പേസിൽ 1 ഡബിൾ ക്രോഷ്യ. പിന്നെ നെക്സ്റ്റിൽ ഇവിടെ നിങ്ങൾ 3 സ്റ്റിച്ചാണ്. ഈ സ്റ്റിച്ചിൻ്റെ മുകളിലായിട്ട് സ്റ്റിച്ചിലാണ്, ഗ്യാപ്പിലല്ല സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ ഇങ്ങനെ. എന്നിട്ട് 2 and 3. ഇപ്പോൾ ഈ ഞാൻ നെക്സ്റ്റ് സ്പേസിലാണ് വെക്കുന്നത്. അവിടെ 2 ഡബിൾ ക്രോഷ്യ.
1 2. അപ്പോൾ ഈ സൈഡിൽ ഞങ്ങൾക്ക് ടോട്ടൽ 7 സ്റ്റിച്ചാണ് കിട്ടിയത്. ഇങ്ങനെ നോക്കിയാൽ 7 സ്റ്റിച്ച് 1 2 3 4 5 6 7. പിന്നെ ഈ 7 സ്റ്റിച്ച് എല്ലാ സൈഡിലും റിപ്പീറ്റ് ചെയ്യണം. അതിന് മുമ്പ് ചെയിൻ 3 1 2 and 3 ചെയിൻ 3. ഇനി 7 സ്റ്റിച്ച് റിപ്പീറ്റ് ചെയ്യുക. ഈ സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ 1 2, പിന്നെ ഈ 3 സ്റ്റിച്ചിൻ്റെ മുകളിൽ 3 ഡബിൾ ക്രോഷ്യ 4 5 1 2 3 4 5 6 and 7. ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ചെയിൻ 3 1 2 and 3 സെയിം 2 ഡബിൾ ക്രോഷ്യ സ്പേസിൽ, പിന്നെ 3 ഡബിൾ ക്രോഷ്യ 2 ഡബിൾ ക്രോഷ്യ. ഇതിനിങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ എല്ലാ 4 സൈഡിലും എനിക്ക് 7 സ്റ്റിച്ചസ് കഴിഞ്ഞു. അപ്പോൾ ഇനി ചെയിൻ 1 ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ചെയിൻ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻടു ഫസ്റ്റ് സ്റ്റിച്ച് തേർഡ് ചെയിൻ. അപ്പോൾ യാൻ ഓവർ ചെയ്യാം. യാൻ ഓവർ ചെയ്തിട്ട് ഈ സ്റ്റിച്ചിൻ്റെ തേർഡ് ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ഇടാം. ഹൂക്കിൽ 3 ഉണ്ട്. യാൻ ഓവർ ചെയ്തിട്ട് 3 കംപ്ലീറ്റ് എടുക്കാം. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മിഡിലായിട്ട് വരും. ഓക്കെ, ചെയിൻ ഇപ്പോൾ ഈ തേർഡ് റൗണ്ടിലാണ് ഞങ്ങൾ 2 കളർ യൂസ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് സെക്കൻഡ് കളറും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയിൻ 3 1 2 and 3 ഗ്യാപ്പിൽ എപ്പോഴും 2 ആണ് ഫസ്റ്റ്. അപ്പോൾ 1 കഴിഞ്ഞു. നെക്സ്റ്റ് 1 2 സ്റ്റിച്ചസ്. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് 2 ഡബിൾ ക്രോഷ്യ 1 and 2. ഈ ഫോർത്ത് ഡബിൾ ക്രോഷ്യനെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ന്യൂ കളർ യാൻ യൂസ് ചെയ്യുന്നു. ന്യൂ കളർ യാൻ എടുത്തിട്ട് ഇതിൻ്റെ ടൈൽ യാൻ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ലോങ്ങിൽ വെച്ചിട്ട് ഇതിന് ഈ ന്യൂ കളർ യാനിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനെ മെയിൻ കളറിന് ഡ്രോപ്പ് ചെയ്യുക, ലൈറ്റ് കളർ. ഇപ്പോൾ ഞാൻ 3 സ്റ്റിച്ചസ് ഈ കളറിൽ ഡാർക്ക് കളറിൽ ചെയ്യുന്നു. ഇതിനെ ഒരുമിച്ച് കൊണ്ടുപോവുക. ഇതിൻ്റെ കൂടെ തന്നെ 1 2 and 3 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 3ൻ്റെ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നെക്സ്റ്റിൽ എനിക്ക് ഈ ലൈറ്റ് കളർ ആണ്. പക്ഷേ ഈ റൗണ്ടിൽ മാത്രം, ഈ തേർഡ് റൗണ്ടിൽ ഞാൻ ഇത് രണ്ടും ഒരുമിച്ചിട്ട്, ഈ 2 യാനെ ഒരുമിച്ചിട്ട് ഇതിനെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഈ യാനിനെ, ഡാർക്ക് യാനിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നു. ഇതിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നില്ല, ഡ്രോപ്പ് ചെയ്യുന്നു ഇവിടെ തന്നെ. അത് നെക്സ്റ്റ് റോല് റൗണ്ടിൽ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ കംപ്ലീറ്റ് സ്റ്റിച്ചസ് ഈ കളറിൽ ചെയ്യുന്നു, ലൈറ്റ് കളറിൽ. 1 2 3 and 4. ടോട്ടൽ റൗണ്ട് 3ൽ 11 സ്റ്റിച്ചസ് ആണ് വരുന്നത്. ഈ സൈഡ് ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും ബാക്ക് സൈഡിൽ. ഇത് ഞങ്ങൾ ഒന്നിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, ബാക്ക് സൈഡിൽ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അത് നെക്സ്റ്റ് റൗണ്ടിൽ ഞങ്ങൾ പിക്ക് ചെയ്യും. അപ്പോൾ 11 സ്റ്റിച്ച് കഴിഞ്ഞു ടോട്ടൽ സൈഡിൻ്റെ. ചെയിൻ 3 1 2 and 3. ഇനി ഈ സൈഡിൽ 11 സ്റ്റിച്ചസ് ചെയ്യാം. ഫസ്റ്റ് 2 ഡബിൾ ക്രോഷ്യ ഇൻടു സ്പേസ്, ഈ കോർണർ സ്പേസ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് സ്റ്റിച്ചസിൽ ഈ
7 സ്റ്റിച്ചസിൽ 7 ഡബിൾ ക്രോഷ്യ, 3 4 5 6 7 8 9 space 10 and 11. ഇപ്പോൾ 11 സ്റ്റിച്ചസ് കഴിഞ്ഞു. ഇനി ചെയിൻ 3 1 2 and 3 റിപ്പീറ്റ് ചെയ്യുക. എല്ലാ സൈഡിലും നിങ്ങൾക്ക് 11 സ്റ്റിച്ചസ് വേണം. ഓക്കെ, അപ്പോൾ എൻ്റെ തേർഡ് റൗണ്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവും തേർഡ് റൗണ്ട്. നമ്മൾ ഇങ്ങനെ കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ മാത്രം ഞങ്ങൾ കളർ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് റൗണ്ടിൽ അത് കൂടും. അപ്പോൾ ഞാൻ ഈ റൗണ്ടിന് എല്ലാ സൈഡിലും നിങ്ങൾക്ക് 11 സ്റ്റിച്ചസ് വേണം മസ്റ്റായിട്ട്. എല്ലാ സൈഡിലും 11 ഡബിൾ ക്രോഷ്യ ഉണ്ട്. അപ്പോൾ ചെയിൻ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻറ്റു ഫസ്റ്റ് സ്റ്റിച്ച് തേർഡ് ചെയിൻ. ഈ റൗണ്ടിന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെയിൻ 3 നെക്സ്റ്റ് റോ 4 ചെയിൻ 3 1 2 3. ഓക്കെ, ഈ സൈഡിൻ്റെ നെക്സ്റ്റ് 2 ആണല്ലോ, 1 ഡബിൾ ക്രോഷ്യ. അപ്പോൾ കോർണറിൻ്റെ 2 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ 3 ആൻഡ് പിന്നെയും ഡബിൾ ക്രോഷ്യ. ഫോർത്ത് സ്റ്റിച്ചിലാണ് കളർ ചേഞ്ച് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ ഡ്രോപ്പ് ചെയ്ത ഇത് ഇവിടെ ഉണ്ട്. ഇങ്ങനെ നോക്കിയാൽ ബാക്കിൽ നോക്കിയാൽ ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. ഇതിനെ കുറച്ച് പതിയെ ഇങ്ങനെ കൊണ്ടുവരാം. ഇവിടെ ഈ ഇതിൽ കംപ്ലീറ്റ് ചെയ്യാം ഇങ്ങനെ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. കുറച്ച് ലൂസായിട്ട് വെക്കാം ഇങ്ങനെ, ഇതിൻ്റെ മുകളിലായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ യാനിനെ കുറച്ച് ടൈറ്റ് ചെയ്യാം. ഞാൻ ഈ യാനിനെ കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നോക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും, അതത് കവറായിട്ട് പോകും. ഓക്കെ, നെക്സ്റ്റ് 7 സ്റ്റിച്ചസ് ഡാർക്ക് കളറിൽ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ 1 2 3 ഞാൻ ഇത് വിട്ടുപോയി. ഇതിപ്പോൾ പോകുമ്പോഴേക്ക് ഈ കളറിനെ ഒന്നിച്ച് കൊണ്ടുപോകണം, ഞാനത് കൊണ്ടുപോയില്ല. അപ്പോൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇതിനെ കൂടെ കൊണ്ടുപോകണം. അപ്പോൾ ഇതിനെ മിസ് ചെയ്യല്ലേ, ഈ യാനിനെ ലൈറ്റ് യാനിനെ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് 7 സ്റ്റിച്ചസ് ഈ ഡാർക്ക് കളറിൽ ചെയ്യാണ്. അപ്പോൾ 1 2 3 4 5 6 7 സെവൻത്ത് ഡബിൾ ക്രോഷ്യയിൽ ഞാൻ ഇതിനെ ഡ്രോപ്പ് ചെയ്യുന്നു, ഈ കളറിനെ പിക്ക് ചെയ്യുന്നു. അപ്പോൾ ലൈറ്റ് കളർ പിക്ക് ചെയ്തു. ബാക്ക് സൈഡിൽ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും, ഇതൊന്നും കാണില്ല, ഇതിൻ്റെ മുകളിലായിട്ട് പോകും. നമ്മൾ പോകുമ്പോൾ ഇത് കൂടെ ഇങ്ങനെ കൊണ്ടുപോകണം. മുമ്പ് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസിയാവും. അപ്പോൾ നെക്സ്റ്റ് ഇവിടെ പോലെ സെയിം 4 ഡബിൾ ക്രോഷ്യ, ഇവിടെ ചെയ്തതുപോലെ 4 ഡബിൾ ക്രോഷ്യ. ഈ റൗണ്ടിൽ സൈഡ് സ്റ്റിച്ച്
15 ആണ്. 15 ഡബിൾ ക്രോഷ്യ നമുക്ക് കിട്ടണം. ഓക്കെ, നെക്സ്റ്റ് 4 ഡബിൾ ക്രോഷ്യ, 2 3 and 4 കഴിഞ്ഞു. ഇൻ ചെയിൻ